ചിന്നക്കനാലിലെ കാട്ടാനാക്രമണങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുവാൻ CPI. നിലവിലുള്ള വന്യമൃഗശല്യത്തിന്റെ പ്രധാന കാരണക്കാർ AK ആന്റണിയുടെ ഗവൺമെന്റാണെന്ന് CPI നേതൃത്വം ആരോപിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാട്ടാനശല്യം രൂക്ഷമായ മേഖലയിൽ ജനങ്ങളെ കുടിയിരുത്തിയ ശേഷം ഇപ്പോൾ ആളുകളെ ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കണമെന്ന് പറയുന്നത് ന്യായീകരിക്കുവാനാകില്ലെന്നും ശക്തമായ പ്രക്ഷോഭത്തിലൂടെ ഇതിനെ ചെറുക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. ചിന്നക്കനാൽ 301 ഉന്നതിയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ മേഖലയിലെ കാട്ടാനശല്യം കുറയുമെന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് മേഖലയിൽ ശക്തമായ പ്രതിഷേധമുയരുന്നത്. CPI ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ശക്തമായ നിലപാടാണ് വിഷയത്തിൽ സ്വീകരിക്കുന്നത്. കാട്ടാനകളെ അവിടെ നിന്നും മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കാതെ ആളുകളെ ഒഴിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കുവാൻ പറ്റില്ല എന്ന് CPI സംസ്ഥാന കമ്മിറ്റി അംഗം CU ജോയി പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആദ്യത്തെ ബഡ്ജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ബഡ്ജറ്റിൽ ഈ വനിതകൾക്കുള്ള സൗജന്യ യാത്ര പോലെ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി നടപ്പാക്കും എന്നത് പറഞ്ഞതുപോലെ മോഹനസുന്ദര വാഗ്ദാനങ്ങളാണോ നടപ്പാക്കാൻ പോകുന്നത് എന്ന് പൊതുവായൊരു സംശയം നിലവിലുണ്ട്. ഇടുക്കിയിലാണെങ്കിൽ 5 നിയോജകമണ്ഡലങ്ങളിലും ജയിച്ചത് UDFൻ്റെ MLAമാരാണ്. ആ 5 MLAമാരുണ്ടായിട്ടും ഇടുക്കിക്കൊരു മന്ത്രി ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇടുക്കിയോടൊരു ചിറ്റമ്മ നയം സ്വീകരിക്കാനാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാട് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഏകദേശമൊക്കെ പരിഹരിച്ചു വച്ചിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഏതാണ്ട് 99% പരിഹരിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകുമോ, അതിൻ്റെ വിജ്ഞാപനം പൂർത്തീകരിക്കപ്പെടുമോ എന്നൊന്നും ഒരു നിശ്ചയമില്ലാത്തൊരു സ്ഥിതിയാണ്. ഒന്ന്, ഏലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ്. അതുപോലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുക എന്നുള്ള നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ച കാര്യമാണ്. ഇടുക്കിയിലെ പട്ടയമില്ലാത്ത ഉപാധിരഹിത പട്ടയം കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു വെച്ചത് ഇടതുപക്ഷ മുന്നണിയാണ്. പക്ഷേ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലേക്ക് വരുമ്പോൾ എവിടെല്ലാം എത്തും എന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. അതിനെല്ലാം നിശ്ചലമായിരിക്കുന്ന അവസ്ഥ മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഫലപ്രദമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ബഡ്ജറ്റ് ഉണ്ടാകണം, ഭൂപ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം. അതുപോലെ തന്നെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാനുള്ള നിലപാടുണ്ടാവണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. വിഷയത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കുവാനാണ് CPI ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.